കച്ചറ പുറത്തേക്ക് വെക്കാൻ മറന്നു ഞാൻ. കച്ചറ പക്ഷെ രാവിലെ സാരി കിട്ടി കുറെ പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ. ഞാൻ ഇരിക്കണത് കാണാൻ പ്രകൃതിക്ക് പോലും താല്പര്യമില്ല തോന്നുന്നുണ്ട്. ആ കുറ്റും പ്രകൃതിക്ക്. ഇപ്പൊ സർവീസ് സെന്ററിൽ പോയപ്പോ അങ്ങനെ ഒരു പൊതി എനിക്ക് കൊണ്ടുവന്നു ഒരു ബാഗ്. എനിക്ക് ഗിഫ്റ്റ് ആണ്. അല്ല ഗിഫ്റ്റ് അല്ല, ഇത് നിങ്ങളെ വണ്ടിയിൽ നിന്ന് കിട്ടിയതാണ്. ഒരു 5 മാല, ഒരു 15 ബാൻഡ്, ഒരു 20 ക്ലിപ്പ്. ഫാസ്റ്റിംഗ് ഒന്നുമില്ലേ? ഇത്ര നേരം ഫാസ്റ്റ് ചെയ്തു ആക്ച്വലി 10 മണി വരെ. വിശന്ന് കുടലമാല കയറി. ശിവരാത്രി കല്യാണത്തിന് ഓടവാ അരിയില്ലാതെ സാധാരണ വെള്ളം തിളക്കുമ്പോഴാണ് ഓർമ്മ ഉണ്ടാവാറ്. എളുപ്പപ്പണി ഇരട്ടിപ്പണി കിട്ടുന്നുണ്ടോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി സീറ്റിന്റെ ഉള്ളിൽ കയറിയപ്പോ അയാളുടെ കല അയ്യോ എന്ന് പറഞ്ഞു നോക്കുമ്പോ ഒരു കമ്മല് കുത്തി കയറിയിരിക്കുകയാണ്. മാങ്ങയുടെ സീസൺ തുടങ്ങിയല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. വീഡിയോ വരുമ്പോഴേക്കും ശിവരാത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാനിന്ന് ഈ ലുക്കിൽ വന്നിരിക്കാനുള്ള കാരണം ശിവരാത്രിക്ക് ആയ കാരണം ഇവിടെ ഭയങ്കര ഗംഭീര ആഘോഷമാണ്. നാട്ടിലും അതെങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്നിവിടെ ലീവും കാര്യങ്ങളൊക്കെ ആയ കാരണം രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ്. ശിവൻ്റെ അമ്പലത്തിലൊക്കെ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ശിവരാത്രി ഉപവാസമൊക്കെ ആയിട്ടാണ് എല്ലാവരും എടുക്കുകയെന്ന് അറിയാമല്ലോ. അത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിലും അതെ ഇന്ന് ഗംഭീര മൃത്യുഞ്ജയ ഹോമവും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കുറേ നേരം ഇപ്പോൾ അവിടെ ഇരുന്ന് ഒരു 3/4 മണിക്കൂറുകളായി അവിടെ അമ്പലത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അഷ്ടോത്തരം ഇതൊക്കെ വായിച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് പരിപാടി? ഒന്നുമില്ല, ഇപ്പോൾ സമയം 10 മണിയായി. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ്. 2-3 അമ്പലങ്ങളൊക്കെ പോയി. ഒരൊറ്റ സ്ഥലത്തും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം നിൽക്കാൻ പോലും പറ്റാത്ത തിരക്കും, എൻ്റെ ഉള്ളിലേക്ക് ഫോണ് പോലെ അത്രയും തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്തില്ല. പോലീസ് അങ്ങനെയാണ്. പിന്നെ അതല്ല, ഇവിടെ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഓരോ ടൂർ പ്രോഗ്രാമുകൾ ഓപ്പറേറ്റർ ഉണ്ട്. അതായത് ബസ്സുകൾ ഇങ്ങോട്ട് വന്നിട്ട് ഫുള്ള് ഇന്ന ദിവസം എല്ലായിടത്തേക്കും ഇങ്ങനെ പോകുന്നു. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് തന്നെ അഭിഷേകം ചെയ്യുക അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. നമ്മൾ ജസ്റ്റ് തൊഴുത് പോരല്ല, നമ്മൾ തന്നെ ചെയ്യാണ് ഇവിടെയൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുറേ സമയവും കാര്യങ്ങളൊക്കെ എടുക്കണ കാരണം ഈവനിങ് ആകുമ്പോൾ പറ്റിച്ച, അല്ലെങ്കിൽ കുറച്ച് ഇതായി കഴിഞ്ഞാൽ ഇവിടെ ഈ പൂരം, അതായത് നമ്മുടെ പൂരം പോലെയാണ് ഇവിടെ അല്ലേ. ഫുൾ സാധനങ്ങളൊക്കെ രാവിലെ തന്നെ ശരിക്കും പൂരത്തിന്റെ പോലെയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അതൊന്ന് ലൈവായിട്ട് അവിടെ പോയി കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ മിത്തോണ് പറഞ്ഞു, പപ്പ അച്ഛനെ കണ്ടില്ലെങ്കിൽ നമുക്ക് തൽക്കാലം മകന്റെ അടുത്തേക്ക് പോവാന്ന്. ഓൾറെഡി എന്നും വരുന്ന കാരണം പോകുന്ന ഉറപ്പായിരുന്നു. ശിവനെ കണ്ടില്ലെങ്കിൽ അയ്യപ്പന്റെ അടുത്തേക്ക് പോവാറിട്ട്. ഇവിടെ ഇന്ന് ഭയങ്കര നമ്മുടെ അയ്യപ്പന്റെ അമ്പലത്തിലും നല്ല തിരക്കും ഗംഭീരമായിട്ടാട്ടോ, അടിപൊളിയായിട്ടാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് പോയാലോ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. ഫാസ്റ്റിംഗ് ഒന്നുമില്ലേ? ഇത്ര നേരം ഫാസ്റ്റ് ചെയ്തു ആക്ച്വലി 10 മണി വരെ. ഒന്നും കഴിച്ചിട്ടില്ല. ഒരു തുള്ളി ജലപാനം കുടിക്കാതെയാണ് നമ്മൾ ഇത്ര നേരം നിന്നത്. ഇവിടെ ഉള്ളവരൊക്കെ ഉപവാസം എടുക്കും. എനിക്ക് രാത്രി വരെ ഒന്നും കഴിക്കാതിരിക്കുക പറയുമ്പോൾ എക്സസൈസും ജിമ്മിലൊക്കെ പോണതല്ലേ. അപ്പോൾ ഞാൻ ശരിക്കും ടയേർഡായി പോകും. അപ്പോൾ നമുക്ക് തൽക്കാലം നോർമൽ ഫുഡ് കഴിച്ചിട്ട് ഉപവാസം എടുക്കാം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതേ ഭക്ഷണം കഴിക്കാൻ പോവാണ്. മിത്തുവിനെ പിക്ക് ചെയ്ത് മിത്തു ജസ്റ്റ് തൊഴുതിട്ട് മിത്തു പഠിക്കാൻ പോയി. നാളെ എക്സാമാണ് മിത്തുവിന്. ഞാൻ അവിടെ കുറച്ച് നേരം ഒരു 3/4 മണിക്കൂറോളം ഇരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് പോകാൻ എന്തായാലും ഇനിയിപ്പോൾ ചെന്നിട്ട് ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നല്ല ലേറ്റ് ആവും. അപ്പോൾ മിത്തുവിനെയും പൊക്കി നമ്മൾ എങ്ങോട്ടാണ് പോണത്? നമ്മുടെ സ്ഥിരം ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ്. സൗത്ത് ഇന്ത്യൻ പറഞ്ഞാൽ ഇഡ്ഡലി ദോശയും കഴിക്കാൻ വേറെ ഒരു കടയും ഞങ്ങൾക്ക് നമ്മുടെ ഈ ഏരിയയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ദക്ഷിണാടി നല്ല അടിപൊളി വെജിറ്റേറിയൻ ദോശ, ഇഡ്ഡലി, ബെണ്ണ ദോശ, സൗത്ത് ഇന്ത്യൻ ബാംഗ്ലൂർ ടൈപ്പ് ഫുഡുകളും ഒക്കെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇഡ്ഡലിയും ദോശയ്ക്കും അല്ലേ നാട്ടിക്കും ചെന്നൈയിലൊക്കെയാണ് അല്ലേ മുരുകൻ ഇഡ്ഡലി. രമേശേട്ടൻ ചെന്നൈയിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫീസ് വിസിറ്റിൽ പോകുമ്പോഴാണ് രമേശേട്ടന് അങ്ങനെ ഭ്രാന്ത് വരും എന്ന് പറയാം ടേസ്റ്റ് കൊണ്ടേ അല്ലേ. രമേശേട്ടൻ എന്നും വിളിച്ചിട്ട് പറയുമ്പോൾ ഞാൻ എന്നും ഇഡ്ഡലി ദോശ തന്നെയല്ലേ ഉണ്ടാക്കണം. പക്ഷെ പറയും ചെന്നൈയിലെ ഫുഡ് അതായത് നമ്മുടെ ഫുഡ് കേട്ടോ ഞാൻ പറയുന്നത് സൗത്ത് ഇന്ത്യൻ ഫുഡ്. അപ്പോൾ രമേശേട്ടന് ചെന്നൈയിലെ ആ ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് അല്ലേ. ഈവൻ നമ്മൾ ബാംഗ്ലൂർ വഴി നാട്ടിലേക്ക് പോകുമ്പോഴും നല്ല സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാറ്. മിത്തുക്കുട്ടി ഇന്ന് ശിവരാത്രി ആയിട്ട് കല്യാണത്തിന് പോണ പോലെ രാവിലെ തന്നെ എണീറ്റ് ഭയങ്കര ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ടാണ് അല്ലേ. ചെറിയ ഡ്രസ്സൊക്കെ ഇനി എന്താ ചെയ്യുക, നമ്മളൊരു സംഗീത ഫങ്ഷനൊക്കെ വേണ്ടി വാങ്ങിയതാണ്. ഇവിടെ പിന്നെ ഇതൊന്നും ഇടാൻ ഇനിയൊരു അവസരമില്ല. ഇനിയിപ്പോൾ ഗണപതിയൊക്കെ വരണം അല്ലെങ്കിൽ നാട്ടിൽ പോകണം. അപ്പം ഇത് പറഞ്ഞാൽ ഇതൊക്കെ ഇടട്ടെ, ശിവരാത്രി ഞാൻ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോകാറല്ലേ. ഫുൾ സെറ്റപ്പാണ്. കിട്ടുന്നത് നാളെ പരീക്ഷയാണ്. നാളെ ഏത് എക്സാം? 2 ദിവസമായി തുടങ്ങിയിട്ട് 2 എക്സാം കഴിഞ്ഞു. ഒരു എക്സാം
ഇന്നിപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് ലീവാണ്, നാളെ ജോഗ്രഫി അല്ലേ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ ജസ്റ്റ് വിളിച്ചോണമെന്നാ, വേഗം ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിടണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കറങ്ങുന്നുണ്ടാവും. എന്താണ് മുഖത്ത് ഇത്ര സന്തോഷം? വിശന്നിട്ട് ഇന്നലെ രാത്രി ജിമ്മ് കഴിഞ്ഞിട്ട് ഒരു പീനട്ട് ബട്ടർ സ്മൂത്തി കുടിച്ചതാണ്. സമയം 10 മണി, 14 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്നുള്ള പോലെയായി ഇപ്പോൾ. വിശന്ന് കുടലമാല കയറിയാണ്. മിത്തു എന്തിനാ ചിരിക്കണേ? അല്ല, അത്രയും നന്നായിട്ട് നീ ഓർമ്മിച്ച് വെച്ചോണ്ടല്ലോ അതൊക്കെ ആലോചിച്ചിട്ട്. ഇതിൻ്റെ ആംബിയൻസ് ആണ് രസമല്ലേ? ഗുരുവായൂർ കേശ് അത് മറ്റേ തൃശ്ശൂര് അത് അമ്പലല്ലേ ഇത്? വടക്കുന്നാഥൻ്റെ ഒരു മോഡലല്ലേ ഇത്? മോഡലല്ലേ? ആ, അങ്ങനെ ഉണ്ടാക്കി വെച്ച് പറഞ്ഞു. അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? അത് അതന്നെ വടക്കുന്നാഥൻ. മൊത്തം സൗത്തിലെ പല സംഭവങ്ങളാണ് തോന്നുന്നത്. തിരക്ക് കുറവാണ്. സാധാരണ സാറ്റർഡേ സൺഡേ ഒന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ അധികം പേർക്ക് ഉപവാസമായതുകൊണ്ട് തീരെ തിരക്കില്ല. മറ്റേ ഹോളിഡേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അത് നന്നായി, സമാധാനമായിട്ട് പെട്ടെന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ അല്ലേ സ്വപ്പ് വയ്ക്കാണ്. അയ്യോ ആരോ അല്ല വല്ല റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അനൗൺസ്മെന്റ് ചെയ്ത പോലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ചു സ്വപ്പ് വയ്ക്കാണ്. മറ്റേ അയ്യോ കച്ചറയുടെ ഡസ്റ്റ്ബിൻ പുറത്ത് വെക്കാൻ മറന്നു. കച്ചറ പുറത്തേക്ക് വെക്കാൻ മറന്നു. അങ്ങനെയാണ്. രാവിലെ ഒരു 10:30 ആകുമ്പോൾ അവർ വരുള്ളൂ. അപ്പൊ ഞാൻ പറയാണ് കച്ചറ പക്ഷെ ഇന്ന് രാവിലെ സാരി കിറ്റി കുറെ തൊട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ. ശിവരാത്രി ആയിട്ട് ഇതിന്റെ വായന നല്ലത് കേൾക്കാൻ നിൽക്കണം. ശിവരാത്രി ഇട്ടതല്ല. അതെ, മിത്തു എങ്ങനെ ഉണ്ടായിരുന്നു? മിത്തുന്റെ ബെണ്ണേ ദോശ മിത്തുവിന്റെ ഫേവറേറ്റ് ബെണ്ണേ ദോശ. ഞാൻ രമേശേട്ട ഒരു മസാല ദോശ. നമ്മൾ എവിടെ പോയിട്ടും കാര്യമില്ല, നമുക്ക് ഇതടി നോക്കുന്നത് ഒരു കാര്യമില്ല. അത് പിന്നെ എനിക്ക് ഓർമ്മ നീർദോശ ഉണ്ടായിരുന്നു, ഇന്നത്തെ സ്പെഷ്യല് ഉള്ളിക്കാരൻ ദോശ ഉണ്ടായിരുന്നു. കൈവശം തന്ന പോലെ വല്ലാത്തൊരു കഷ്ടം. കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഗിൽട്ട്. ആ നീർദോശ കഴിക്കായിരുന്നില്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ മസാല ദോശയും വടയാണ് കോമ്പിനേഷൻ. പക്ഷെ വട കഴിക്കാറില്ല. ഡീപ് ഫ്രൈ ആയ കാരണം ഇപ്പൊ അത് ഒഴിവാക്കി. വട കഴിക്കാറില്ല. മസാല ദോശ പക്ഷേ ഒരു കാര്യമില്ല അത് കഴിച്ചു. മിത്തുവിന്റെ ബെണ്ണേ ദോശ അടിപൊളിയായിരുന്നു അല്ലേ? എനിക്ക് അതും ഇഷ്ടമാണ്. പക്ഷെ എനിക്കപ്പോൾ ബെണ്ണേ ദോശ കഴിക്കുമ്പോൾ ഒരു സങ്കടം തോന്നും, മസാല ദോശനെ ഒഴിവാക്കുമ്പോൾ. സത്യം. പക്ഷെ നീർദോശ മതിയായിരുന്നു, അതാവുമ്പോ ഓയില്. ഇവര് മുഖത്തേക്ക് ഇങ്ങനെ വെയില് അടിക്കുന്നുണ്ട് കേട്ടോ പുറത്തത്തെ. അത് കുഴപ്പമില്ല. ബെണ്ണേ ദോശ ഭയങ്കര ഫേമസ് ആയി തുടങ്ങിയില്ല മുംബൈയിലും കർണാടകയിൽ നിന്നുള്ള അത് ഒരു സംഭവം. ബാൻഡ്രയിലുള്ള ഒരു കപ്പിൾസ് അവര് തുടങ്ങിയിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. ബാൻഡ്രയിലെ ഒരു റെസ്റ്റോറന്റ് നമുക്ക് തുടങ്ങിയാലോ? ബെണ്ണേ ദോശ അല്ല, സാധാ ദോശയും വറുത്തരച്ച സാമ്പാറും. ഞാൻ കൊറേ കാലമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം. അയ്യടി ഇപ്പൊ അവിടുന്ന് അല്ലെങ്കിൽ രമേശേട്ടൻ ഇങ്ങനെ എപ്പോഴും പറയാറില്ലേ, എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ്. വേറെ ഒന്നല്ല, വെറും ഇഡ്ലി ദോശ. എനിക്ക് കസ്റ്റമർ സർവീസ് ഉള്ള എന്തും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കസ്റ്റമറിനെ സെർവ് ചെയ്യുന്ന രീതിയിലുള്ള, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ബിസിനസ്സിലും കസ്റ്റമറാണ് കിങ്. അപ്പോൾ നമ്മൾ എവിടെ ഇപ്പോൾ ഞാൻ 1-2 കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ കസ്റ്റമറിനെ എങ്ങനെയാണോ ഒരു ബിസിനസ് അപ്രോച്ച് ചെയ്യുന്നത്, അതാണ് ഒരു വലിയ ഘടകമാണ്. അപ്പം ഞങ്ങൾ രമേശേട്ടന് ഒരു 5 കൊല്ലം കൂടെ ജോലി എടുത്തിട്ട് നമുക്ക് തുടങ്ങിയാലോ? ഒരു 5 years കൂടിയാണ് ജോബ് ചെയ്യാൻ താല്പര്യം. കുറെ കാലമായി വിചാരിക്കണം കേട്ടോ അങ്ങനെ ഒരു ഇത് തുടങ്ങണം. റെസ്റ്റോറന്റ് അല്ല കേട്ടോ, ഒരു ക്ലൗഡ് കിച്ചൺ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ സെറ്റപ്പിൽ ദോശ ഇഡ്ഡലി. അതാണ് ഇവിടെ കൂടുതൽ സക്സസ് ആവുക. നമ്മുടെ നാടൻ വറുത്തരച്ച സാമ്പാർ അതൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. നോക്കാം. കോർപ്പറേറ്റിൽ എനിക്ക് എൻ്റെ കോർപ്പറേറ്റ് ജോലിയിൽ എനിക്ക് ഇനി അച്ചീവ് ചെയ്യാൻ അങ്ങനെ ഒരു സംഭവമൊന്നും അങ്ങനൊന്നുമില്ല. ഓൾറെഡി അതൊക്കെ ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി വേണ്ടത് എനിക്ക് സ്വയം ബിസിനസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. നിമിഷേട്ടനോട് ബിസിനസ് ചെയ്യാൻ പേടിയാ. ഉറങ്ങില്ലേ? അങ്ങനെ പ്രശ്നമുണ്ട്. വർക്ക് ഹോളിക്കിന്റെ അങ്ങേ തലക്കിലാണ്. എനിക്ക് അത്രയ്ക്കൊന്നും പറ്റില്ല. ഞങ്ങൾ മുന്നേ തുടങ്ങണ്ട. ഞാൻ വേറൊരു പാർട്ട്ണറെ അന്വേഷിച്ചു. ആക്ച്വലി ഈ മനുഷ്യരെ സഹിക്കാൻ പറ്റില്ല. മിത്തോ നാളത്തെ എക്സാമിനെ പറ്റി ആലോചിക്കണം. വേഗം മിത്തുനെ കൊണ്ടാക്കാം നമുക്ക്. യെസ്, ഞങ്ങളൊന്ന് കറങ്ങാറുണ്ട്. അമ്മയുടെയും പപ്പയുടെയും ഡേ ആണ് മിത്തു. ഡേ. യെസ്.
ഇനി ഞങ്ങൾ രണ്ടുപേരും ശിവരാത്രി ആയിട്ടൊന്ന് ആ അതെ എന്താണ് സ്റ്റോറി ടെല്ലർ പുതിയ സ്റ്റോറി ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പൊ കോഫി കുടിച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞുതരാം എനിക്ക് എന്താണ് വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി, ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി കോപ്പി ലുവാക്. ആരാണ് കോപ്പി ലുവാക് അതെന്താ വെച്ചാൽ ഈ അതിൻ്റെ കോഫി ബീൻസ് ഇന്തോനേഷ്യൻ പാം സിവറ്റ് പറഞ്ഞൊരു ആനിമൽ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. അതായിട്ടാണ് ആ കോഫി ഉണ്ടാക്കുക. അത് കൺസിഡർഡ് ആണ് ഏറ്റവും വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി. അതിപ്പോൾ എവിടെയെങ്കിലും കിട്ടാണ്ട് നമുക്ക് ഫിൽറ്റർ കോഫി മിത്തുവിന്റെ സ്റ്റോറി കുറെ പേർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും എന്ത് പോയാലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അപ്പം മിത്ത് പറഞ്ഞല്ലോ ഇതാണ് എന്നുള്ളത് ഞങ്ങളിത് കേട്ടിരിക്കും. ഓക്കെ ഇനി നിങ്ങളെയും കൂടെ കേൾപ്പിക്കാം. നിങ്ങൾ മാത്രം സഹിച്ചപ്പോ മിത്ത് പറയും നാളെ നിങ്ങളൊക്കെ ഒരു ഓട്ടോഗ്രാഫായി വരും അല്ലേ? അപ്പൊ ഞാൻ ഒരൊറ്റണത്തിന് കേട്ടില്ല. പക്ഷെ മിത്തുന്റെ കേൾക്കാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കര ഇഷ്ടം. കോഫി അത് എവിടെയെങ്കിലും ഇവിടെ അടുത്തെവിടെയെങ്കിലും കിട്ടാനുണ്ടോ? അതറിയില്ല. പക്ഷെ ഏഷ്യൻ ആനിമൽ ആയിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏഷ്യയിലാണ് അത് കൂടുതൽ ഉണ്ടാവുക. അതെ അറിയാൻ എപ്പോഴെങ്കിലും പോകുമ്പോ നമുക്ക് പോയാലാ? ഈ മിത്തുന്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. ഇതിനൊരു ഷോളും ഉണ്ട് കേട്ടോ, അത് ഇടാൻ മറന്നു പോകുന്നു. അത് നമ്മൾ ആമസോണിന്ന് വാങ്ങിയതാ. ഞാൻ നോക്കട്ടെ ഇതിന്റെ ലിങ്ക്. സംഗതി ഞാൻ നോക്കട്ടെ ഇതിന്റെ ലിങ്ക് ഉണ്ടോന്ന്. ഇതിന്റെ നമ്മുടെ സൈസും ഉണ്ട് കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാം. സ്ലീവ്സും ഉണ്ട്. സ്ലീവ്സ് ഉണ്ട്. നീ സ്ലീവ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതവിടെ അഴിച്ചു വെച്ചിരിക്കും. അപ്പൊ നമ്മളിടുമ്പോ ഇത് സ്ലീവ്സ് ആയിട്ട് ഇടാം. അങ്ങനെ രമേശേട്ടൻ എന്താ പിന്നെ എന്നും ഒരേ ഷർട്ട് ഉണ്ട്. ഭാഗ്യത്തിന് എന്താ ബ്ലാക്കും ചോപ്പും. ഇല്ലാങ്ങിട്ടൊന്നല്ല ഇടാങ്ങിട്ടാണ്. ഇല്ലാങ്ങിട്ടൊന്നല്ല ഇടാങ്ങിട്ടാണ്. അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഓഫീസിലേക്ക്. പക്ഷെ ഞാൻ നന്നായി ശ്രദ്ധിക്കും. ഓഫീസിലേക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. കാഷ്വലി ഡ്രസ്സ് ചെയ്യുമ്പോൾ സ്വപ്പ് പറഞ്ഞ പോലെ എന്താണോ മുകളിലുള്ളത് സ്വപ്പ്. അത് കാരണം എനിക്ക് വെച്ച ടീഷർട്ടുകൾ സ്വപ്പ് ഇടയ്ക്ക് മാറ്റി വയ്ക്കും. അതായത് ഞാനെന്താ മുകളിലുള്ള മാത്രം എടുക്കും. അപ്പൊ പിന്നെ അത് കൊടുത്തു വെച്ചാൽ അത് പിന്നെ ഇടും. സ്വപ്പ് എന്ന് പറയാം. അതിന്റെ അടിയിലും എത്രയുണ്ട്. അപ്പൊ സ്വപ്പ് തിരിച്ചു വയ്ക്കും. അപ്പൊ പിന്നെ അതാണ് അങ്ങനെ. ശിവരാത്രിക്ക് ഉറങ്ങാൻ പാടില്ലല്ലോ. രാത്രി ഉച്ചയ്ക്ക് ഉറങ്ങാല്ലേ? ടീമോളാണിത്. നല്ല ഉറക്കം. ശിവനെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ മാർക്കറ്റാണ്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്. മാങ്ങയുടെ സീസൺ തുടങ്ങിയല്ലോ. നല്ല മാങ്ങ. അപ്പം ഞാൻ നല്ല മണം കാരണം എന്താ പറയുക കുറച്ച് മാങ്ങ വാങ്ങാന്ന് വിചാരിച്ചു. മുന്തിരിങ്ങ ആയാലും അതെ. മുന്തിരിങ്ങ ഞാൻ വാങ്ങാറില്ല. എന്താ അറിയില്ല, എനിക്ക് പണ്ട് മുതലേ മുന്തിരിങ്ങ ഒരു മനസ്സിനൊരു ഇതാണ്. നല്ല ടേസ്റ്റൊക്കെ ആണെങ്കിലും വാങ്ങാൻ തോന്നില്ല. നമ്മുടെ സീതാപ്പഴം അല്ലേ? സീതാപ്പഴം അല്ലേ ഇത്? കണ്ട മാങ്ങ നല്ല വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മാങ്ങ വന്നിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ. പൈനാപ്പിളും വാങ്ങുന്നുണ്ട്. പൈനാപ്പിൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ എപ്പോഴും ഇപ്പോൾ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഡെയിലി രാത്രിത്തെ ചാട്ടിന് ഞാൻ എപ്പോഴും വാങ്ങുന്നതാണ്. പപ്പായ. ഈ മിനി ഓറഞ്ച് അതെ കേട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല മധുരമായിരിക്കും. ഈ മിനി ഓറഞ്ച് തന്നെ വാങ്ങണം. വലിയ ഓറഞ്ചിൻ്റെ ഒരു പുളിപ്പുണ്ടാവും. പക്ഷേ ഇതിന് ഭയങ്കര മധുരമായിരിക്കും. പൈനാപ്പിൾ ഞാൻ വാങ്ങിക്കുമ്പോൾ ഒന്നെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ പൈനാപ്പിൾ വാങ്ങിക്കും, അല്ലെങ്കിൽ ഇവരെ ഇവിടെ വന്നിട്ട് ഇവരെ കൊണ്ട് കട്ട് ചെയ്യിക്കും. കാരണം നമ്മൾ എത്ര കട്ട് ചെയ്യുമ്പോൾ എനിക്കത് അത്ര വൃത്തിയിൽ കട്ട് ചെയ്യാൻ അറിയില്ല. ഇവർ ഭയങ്കര നീറ്റായിട്ട് നല്ല എന്താ പറയുക ആർട്ടിസ്റ്റിനെ പോലെയാണ് അല്ലേ അത് കട്ട് ചെയ്യാൻ. അതിൻ്റെ മുള്ള് കറക്റ്റ് എടുക്കും, നല്ല ഭംഗിയിൽ വരയും. അത് കറക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ ചെന്നാൽ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് റെഡിയാക്കി തരും. അല്ലെങ്കിൽ പിന്നെ മൊത്തം കട്ട് ചെയ്ത് വാങ്ങും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി ഇപ്പം എല്ലാം വരുന്ന സമയമാണല്ലോ. പക്ഷെ എനിക്കിതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമില്ല. ഇതിന് ഷേക്കൊക്കെ ഇഷ്ടമാണ്, മധുരമൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഇത് ഒരു വികാരമില്ലാത്ത സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഷേക്ക് അടിപൊളിയാണെന്ന് പറയണോ. എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് മറ്റേ ഡയറ്റിൽ ഇങ്ങനെ അവൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പച്ചക്കറി ആൻഡ്
ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു. ഞാൻ ചക്ക വാങ്ങിയില്ല, അന്ന് ഞാൻ ഇടിച്ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ കിട്ടി. കൂർക്കപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് വലിയ ചക്കല്ല കേട്ടോ, പഴുത്ത ചക്കയാണ് നമ്മുടെ കേരള സ്റ്റോറിൽ കണ്ടത്. എനിക്ക് പച്ച ചക്കയില്ല, ചക്കലിശ്ശേരി. ഇത് ഇടിച്ചക്കയുടെ ചക്കയാണ് ഇവിടെ ഉള്ളത്. അതിന് ഓൾറെഡി വാങ്ങിയത്. അപ്പോൾ നല്ല റേറ്റാണ്. അപ്പോൾ ഇനി വെറുതെ പിന്നെയും അതന്നെ വാങ്ങേണ്ട വിചാരിച്ചു. മറ്റു ചക്ക വരുമ്പോൾ വാങ്ങാം. തൽക്കാലം ബെഡ്ഷീറ്റ് ഇതാ പോകുന്നു. ബെഡ്ഷീറ്റ് ഞാൻ പറയുന്നത് മൂപ്പര് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വഴിയോരത്ത് കൂടെ. ഇനിയിപ്പോൾ നമ്മുടെ ശിവരാത്രിയുടെ അവിടെ അമ്പലത്തിന്റെ അവിടെ കാണിച്ചു തരാം. അവിടെ അച്ഛനമ്മയില്ലാത്ത എല്ലാം കിട്ടും കേട്ടോ. ചിലപ്പോ നോക്കി അച്ഛനമ്മേനും കണ്ടു വേണമെങ്കിൽ സത്യം നല്ല രസം. ഇപ്പൊ സമയം ഏകദേശം 12 മണി ആവാറായി. അപ്പൊ നമുക്കിനി അവിടെ കൂടെ പോയി വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാവും നല്ലതല്ലേ. ഒരു കാര്യം മറന്നു, അരിയില്ലാന്ന്. വന്നത് ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. സ്വാഭാവികം, ഇത് എന്നുള്ളതിനാണ്. സാധാരണ വെള്ളം തിളയ്ക്കുമ്പോഴാണ് ഓർമ്മ ഉണ്ടാവാറ്. ഇന്നിപ്പോ കുറച്ച് മുന്നേ ഓർമ്മ ഉണ്ടായി. പൈനാപ്പിൾ കാണുമ്പോൾ കഴിക്കാൻ തോന്നിയിട്ട് വയ്യ. ഭയങ്കര ടേസ്റ്റ് അല്ലേ പൈനാപ്പിളിന്. പോയാലോ? ദാഹിച്ച് വലങ്ങ കരിമ്പൻ ജ്യൂസ് കുടിക്കുകയാണ്. അയ്യോ എന്തൊരു സുഖല്ലേ. ഇവിടെ എപ്പോഴും എവറി ടൈം എല്ലാ സമയത്തും കരിമ്പൻ ജ്യൂസ് ഉണ്ടാവും. പക്ഷെ ഈ സമയമായി കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. എല്ലായിടത്തും ഇങ്ങനെ ആൾക്കാർ തിരക്കായിരിക്കും കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഐസ് ഇട്ട് കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭയങ്കര റിഫ്രഷിങ് ഫീല്. പക്ഷെ നമ്മൾ ഐസ് വാങ്ങിയിടാറില്ല, ഈ പറഞ്ഞ പോലെ ഹൈജീൻ പ്രോബ്ലം ഉള്ള കാരണം. അപ്പം കരിമ്പ്, നിമ്പു, അതിരക് എല്ലാം കൂടെ ഇട്ടുള്ള കിടിലൻ ജ്യൂസ് ഇത് കുടിച്ചാൽ ഒരു സമാധാനമാണ്. അത്ര ചൂട്, അത്ര വെയിലാണ് പുറത്തിറങ്ങിയ. എങ്ങനെ കിട്ടോ? അടിപൊളിയല്ലേ? അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് ശരിക്കും ശിവരാത്രിയുടെ അവിടെ ആ ശിവന്റെ അമ്പലത്തിലൊക്കെ പോവാന്ന് വിചാരിച്ചതായിരുന്നു. ഇനിയിപ്പോ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഈവനിങ്ങിൽ പോവാ അല്ലേ. നിമിഷനെ കൊണ്ട് ഞാൻ അവിടെ നാളികേരം ചിരകിപ്പിക്കുകയാണ്. ഇന്ന് കുറെ കാലത്തിന് ശേഷം നമ്മൾ നാളികേരം വെച്ചിട്ടൊരു കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞില്ലേ നല്ല മാങ്ങ കിട്ടീന്ന്. സോ നമ്മുടെ നാട്ടിലെ മാങ്ങ എന്നല്ല കേട്ടോ ഞാൻ എടുക്കട്ടെ, നോർമലി ഇങ്ങനെ പൂണ്ട് കഴിക്കാനുള്ള മാങ്ങ. പക്ഷെ ഇത് വെച്ചിട്ട് നമുക്ക് തൽക്കാലം ഒരു കൊതി അടക്കാൻ മാങ്ങ കൂട്ടാൻ. മിത്തുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമല്ലേ. മിത്തോടെ ഇരുന്ന് പഠിക്കുകയാണ്. മിത്തുവിന് മാങ്ങ വേണം, മാങ്ങ കൂട്ടാൻ വേണം, ചക്കയുടെ എലിശ്ശേരി മാങ്ങ കൂട്ടാനും വേണമെന്നായിരുന്നു. പക്ഷെ ചക്ക കിട്ടിയില്ല. സോ ഇത് വെച്ച് മാങ്ങ കൂട്ടാനും. ഇതൊരു അംശേട്ടനൊരു പണി കൂടെ ഉണ്ട്. കൂർക്ക നേരെ കിട്ടാൻ വലിയ കൂർക്ക നേരെയൊക്കെ വലിയ പണിയൊന്നുമില്ല. കാരണം കൂർക്കല്ലേ മിത്തുവിനും രംശേട്ടനും ഇഷ്ടമല്ല. കുറേ കാലത്തിന് ശേഷം വാങ്ങിയതാ ഞാൻ. കണ്ടോ, ഇത്രേ ഉള്ളൂ, ഇത്രേ വാങ്ങിയിട്ടുള്ളൂ. ഈ കൂർക്ക വെച്ചൊരു ഉപ്പേരി. എന്നാ നിങ്ങൾക്ക് ഞാൻ വേറെ ഉപ്പേരി ഉണ്ടാക്കി തട്ടെ? വഴുതനങ്ങ. രംശേട്ടന് കണ്ണിന് നേരെ കണ്ടുകൂടാന്ന് പറയുന്ന സാധനമാണ് വഴുതനങ്ങ. പക്ഷെ എനിക്ക് ഈ വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ, ഐ മീൻ ഇത് ഞാൻ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെയൊക്കെ മറ്റേ എന്താണ് വയലറ്റ് കളറിലുള്ള വഴുതനങ്ങയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ വഴുതനങ്ങ നാട്ടിൽ അച്ഛനൊക്കെ വീട്ടിലുണ്ടാക്കണം. ഇത് ഭയങ്കര ടേസ്റ്റ്. ഒന്നും ചെയ്യരുത്, വെറുതെ ഉപ്പേരി പോലെ, വെറുതെ ഉള്ളി പച്ചമുളകും ഇട്ട് കീറിയിട്ട് വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ വഴച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാവും? അയ്യോ ഇങ്ങനെയല്ല കൂർക്ക നേരയൊക്കെ. കൂർക്ക നേര അല്ല, ഇത് പിന്നെ കുറച്ചും കൂടി ഈസി അല്ലേ. കുഞ്ഞിതല്ല വലുതാ. കൂർക്ക നേരയൊക്കെ ഒരു ഈസി ഉണ്ട്, ഐഡിയ ഉണ്ട്. എന്താ അറിയില്ലേ, ഈ കടലാസിലോ ഇതിലോ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊതുക്കുക, ഇങ്ങനെ പൊതുക്കുക, ടിക് ടിക് ടിക്. അപ്പൊ അതിന്റെ ഇതൊക്കെ പോരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഈസിയാണ്. നിന്നെ മനസ്സിലായിട്ട് വിചാരിച്ചിട്ട് പൊതുക്കുക. ഇങ്ങനെ ഞാൻ എന്നെ രംശേട്ടനെ വിചാരിച്ചിട്ടാ ചെയ്യാറ്. ജഗതി യശോദയെന്ന് പറഞ്ഞ പോലെ തിരുമ്പല്ല അലക്കി നോക്കട്ടെ നോക്കൂ കൊറേ പോകുന്നുണ്ടാവും. ഒരു ഇത് പേപ്പർ തരുമോ? ഇതിന് മുകളിൽ വെക്കുക, അല്ലെങ്കിൽ ഇത് തുറക്കുമ്പോ ഇവിടെയൊക്കെ ആവും. ഇത് ശരിക്കും തുണിയില് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ ഇടണം, അല്ല പേപ്പറിലല്ല ഇതിണ്ടത്. പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാ സത്യം പറയാൻ ഇപ്പൊ തുണി ചെയ്യണമെങ്കിൽ പിന്നെ അത് കഴുകാൻ നിൽക്കണം. ഇത് ഇരട്ടിപ്പണിയായി. പ്ലാസ്റ്റിക്കിന്റെ കവറാണെങ്കിൽ അത് അന്വേഷിക്കാൻ നിൽക്കണം. പ്ലാസ്റ്റിക്കിന്റെ കവറിലായതുകൊണ്ടാണ് ശരിക്കും ഇതാക്കേണ്ടത്.
ഉപയോഗം ഉണ്ടായിട്ടില്ല. ഇതുണ്ടോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ എടുത്തരാം. ഇത് എത്ര കാലം മുന്നത്തെ സാരി അറിയോ എൻ്റെ? എനിക്ക് തോന്നണു കോവിഡിന്റെ ഒക്കെ മുന്നേ ഞാൻ ആമസോണിൽ വാങ്ങിച്ച സാരി. ആ സമയത്ത് ഈ സാരി ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ഒരു 4-5 വർഷം മുന്നേ. പക്ഷെ ഇപ്പോഴും നല്ല രസമാണ് ഇത്. ഇങ്ങനത്തെ ഒരു 5-6 സാരികൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു 3-4 പ്രാവശ്യം അമ്മയും ഗീതും വന്നിട്ട് കൊണ്ടുപോയി. നിന്റെ കയ്യിൽ എത്ര സാരിയാ, എന്ത് ഭംഗിയുള്ള സാരി. ഇവിടെ ഒന്നും കൊടുക്കില്ല. ശരി, ഞാൻ സാരി കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ കാണാറില്ലല്ലോ. ഗീതു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സാരി എടുക്കും. അവിടെ പൊതുക്കി. പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയല്ല, മാസത്തെ തീർന്നു. ഞാൻ കാണിച്ചേ. അയ്യോ, ഞാൻ ഇങ്ങനെ അടിക്കാതെ കഴിഞ്ഞു. അതെന്തായാലും നന്നായി. കൂർക്കപ്പേര് വെക്കാം. അയ്യോ, ഞാൻ എന്നിങ്ങനെ അല്ല ഇത് അല്ല ഞാൻ നോക്കിയതല്ലേ ഫുൾ ഇട്ട് കൊടുത്ത. പക്ഷെ നിന്റെ അടി കുറച്ച് കൂടി പോയി. ഇതൊക്കെ ഭയങ്കര വൃത്തിയായിക്കോളൂ. അയ്യോ, ഇവിടെയൊക്കെ നോക്ക്. അല്ലേ ശരിക്കും പറയുന്നല്ലോ, ഇന്ന് ഒരു പണിയില്ല. ഫുൾ വീട് ക്ലീൻ ചെയ്ത് 12 മണിക്ക് ജസ്റ്റ് ചോറും കൂട്ടാനും എല്ലാം ഉണ്ടാക്കാനുള്ള ഒരു പണിയില്ലല്ലോ വിചാരിച്ചോളൂ. അടിച്ചോരി തുറച്ചോളൂ. എനിക്ക് പിന്നെ അത് ഇഷ്ടമായോണ്ട് ഇതന്നെയാണ് ഈ വീട്ടിലെ സ്ഥിരം. ഒരു പണി ഉണ്ടാവില്ല, ഇരട്ടി പണി ഇങ്ങനെ ഉണ്ടാകും. ഒരാവശ്യമില്ലാതല്ലേ ഇപ്പൊ ഇത് എടുത്തുകൊണ്ടെന്ന്. ഞാൻ നല്ല മാന്യമായിട്ട് ഒരാളെ ദ്രോഹിക്കുകയാണെന്ന് വെച്ചാൽ മാന്യതയോട് കൂടി ദ്രോഹിക്കണം. ഞാൻ നല്ല മാന്യതയോട് അല്ലേ മിത്തു, ഒരു മാന്യതയോട് കൂടിയിട്ടാണ് ഞാൻ അതിനെ അടിച്ചു തരുന്നത്. പക്ഷെ നീ ഒരുമാതിരി എന്റെ അമ്മേ സ്വപ്പു ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്തിട്ടോ. ഇതൊരു കൂർക്കല്ലേ, നീ എന്നെ മനസ്സിൽ വിചാരിച്ച് ചെയ്തല്ലേ. എങ്ങനെയാണ് എപ്പോഴും എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടോ, ചാക്കിൽ ഇങ്ങനെ ഇട്ട് അടിക്കുക വേണ്ടത് അല്ലേ? അങ്ങനെയാണ് അടിക്കേണ്ടത്. അല്ലാതെ നിന്റെ നാളികേരത്തിന് കൂടെ കൂർക്കയിട്ടുണ്ട്. കൂർക്കല്ല, ഇത് ചളിയാ അതൊക്കെ. ചോറിലല്ലേ ഇത് മുഴുവൻ ഞാൻ അടിച്ചു വരി തുടങ്ങി. എന്തൊരു കഷ്ടം. മൂട് പോയി. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് നിലത്ത് കാണിച്ചു തരാം ഇവിടുത്തെ അവസ്ഥ. ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പണിയില്ലാതെ കംപ്ലീറ്റ് വീട്ടിലെ പണി മുഴുവൻ കഴിഞ്ഞിരിക്കാന്ന് വിചാരിക്കുമ്പോ കാണാം ഒരു ഗ്ലാസ് എടുത്ത് വെറുതെ നിലത്ത് വീട് അത് പൊട്ടും. അങ്ങനെ നല്ല പണിയായാലും ഒരു അരമണിക്കൂറിന് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് എനിക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നുമില്ലെങ്കിൽ മുളക് പൊടി കയ്യിൽ നിന്ന് വീഴും. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് പ്രശ്നം ഒന്നും ഇങ്ങനെ നിങ്ങളൊന്നും കൂടെ ഒന്ന് പറയണേ. ഒരു പണിയില്ല, അടിപൊളിയല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കണത് കാണാൻ പ്രകൃതിക്ക് പോലും താല്പര്യമില്ല തോന്നുന്നുണ്ട് അല്ലേ? അങ്ങനെ മാങ്ങാക്കൂട്ടാൻ വൻ ഫ്ലോപ്പായി. വേറൊന്നല്ല, വിചാരിച്ച പോലെയല്ല, നല്ല പുളി. നല്ല മണമുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ 2 മാങ്ങ എടുത്തില്ല. ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കൂട്ടാൻ വെച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. കൂട്ടാൻ ഇങ്ങനെ ശരിക്കും നല്ല മധുരം വേണം. ആണോ രാമേഷേട്ടന്? അയ്യോ, താങ്ക് യു. നീ ചോദിക്കുമ്പോ തന്നെ അറിയാതെ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ടേസ്റ്റ് ഉണ്ട്, പുളി. അതെ, വേണ്ട, പുളിച്ച ടേസ്റ്റാ. കൂട്ടാൻ പറ്റില്ല. ശർക്കര ഇട്ടാലോ? ഇത്ര ശർക്കര ഇട്ടാലും ശർക്കര അല്ല, മാങ്ങ ഇങ്ങനെ നീമ്പി കഴിക്കണം. അപ്പോഴിതാ അതൊന്നും പറ്റില്ല. അതൊരു വൃത്തിയിട്ട ടേസ്റ്റ്. കൂർക്ക വെച്ചിട്ട് എലിശ്ശേരി ഉണ്ടാക്കിയാലോ? ഉപ്പേരിക്ക് പകരം. നിങ്ങൾ കഴിക്കില്ലേ കൂർക്കലിശ്ശേരി? ഇഷ്ടം ഷർട്ടിനും മിത്തുനൊക്കെ കൂർക്കലിശ്ശേരി വഴുതനങ്ങ ഉപ്പേരി. തൽക്കാലം നമുക്ക് ഇന്ന് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. രാത്രി ഞാൻ എന്തായാലും ഇതാണ് പരിഹാരം ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ രാത്രി. ഞാൻ സ്മൂത്തിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. ആ സ്മൂത്തി എനിക്ക് പ്രത്യേക സ്മൂത്തി എന്ന് പറഞ്ഞിട്ട് വേണ്ട, എനിക്ക് മാത്രമേ എന്തിനറിയോ? ജിമ്മിന് മുന്നേ കഴിക്കാനാ. അതായത് ജിമ്മ് കഴിഞ്ഞ് വന്നാൽ കുറെ ചപ്പാത്തി കഴിക്കണം. ഞാൻ അതാണ് ഡിന്നർ. അപ്പൊ അത് കുറച്ച് റിച്ച് ആണ്. അത്ര റിച്ച് ഇവർക്ക് വേണ്ട. അതെന്താ, ഞങ്ങൾ റിച്ച് അല്ലേ? അശോകന് ക്ഷീണമാവാ. അപ്പൊ അതല്ല, ഞാൻ ഉണ്ടാക്കി തരാം. എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്മൂത്തിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് കൂർക്ക എലിശ്ശേരിയിലേക്ക് നമ്മൾ പോവുകയാണ്. മിത്തുന്ന് ചിലപ്പോൾ ആകെ ഡെസ്പാവും. കാരണം മിത്തുന്ന് പറഞ്ഞതായിരുന്നു ഞാനിത് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇഷ്ടമായിപ്പോയി. അപ്പം നമ്മൾ കൂർക്ക എലിശ്ശേരി ഉണ്ടാക്കാൻ കൂർക്കതാ മുറിച്ചിടുകയാണ്.
നിങ്ങൾ ഈ കുക്കർ കുക്കർ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും രമേശേട്ടൻ എന്നോട് ചോദിക്കരുന്നത് എന്താ ഈ കുക്കറൊക്കെ ഇങ്ങനെയെന്ന്. വേറെ ഒന്നുമല്ല, ഈ കുക്കർ നമ്മൾ ഡിഷ് വാഷറിൽ ഇട്ടതിൻ്റെയാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഡിഷ് വാഷറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്സ് ഇടും, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. അതിൽ ഒരു കാര്യം ഇപ്പോഴേ എനിക്കിങ്ങനെ പെട്ടെന്ന് പറയാൻ തോന്നി, ഇങ്ങനത്തെ കുക്കറൊക്കെ ഉണ്ടല്ലോ കോട്ടിങ്ങുള്ള സംഭവങ്ങൾ ഒന്നും ഡിഷ് വാഷറിലിടരുത്. ഇതുപോലെ ആയിക്കിട്ടും കോട്ടിങ്ങുള്ള പാത്രങ്ങൾ, കോട്ടിങ്ങുള്ള സംഭവങ്ങൾ, അതായത് എല്ലാ കോട്ടിങ്ങും അല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തെയൊക്കെ. ഇപ്പം എൻ്റെ കയ്യിൽ 1-2 അങ്ങനെ ബ്ലൂ കളറൊക്കെ ഉള്ള കോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡിഷ് വാഷറിലിട്ട് ആ കോട്ടിങ്ങിൻ്റെ കളറൊക്കെ പോകും. നേരെ മറിച്ച് ഇങ്ങനത്തെ സ്റ്റീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ വളവളാന്ന് മിന്നും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, ഈ ഒരു സാധനം ഇട്ടിട്ട് ഒരു പ്രശ്നമില്ല. ഇതാ ഞാൻ ഉദ്ദേശിച്ചത്, ഇതിന് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ കോട്ടിങ്ങുള്ള സാധനങ്ങൾ, പാത്രങ്ങൾ ഒക്കെ നാശമാവും. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ പിന്നെ വിചാരിച്ച സാരല്ല, ഈ കുക്കറിൻ്റെ കളറിനല്ലല്ലോ, ഇത് മുഴുവൻ അരച്ച് കഴുകണ്ടേ. ഉള്ളിലൊക്കെ സൂപ്പറാവും, പക്ഷെ ഈ പുറമേ ഉള്ളത് ഇതുപോലെയാവും. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഊണൊക്കെ കഴിച്ച് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഈ ശിവരാത്രിയുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, അതിന് ചുറ്റുമായിട്ടുള്ളൊരു റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക മാർക്കറ്റാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പോലത്തെ വ്ളോഗിലും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പൂരപ്പറമ്പ് എന്ന് പറഞ്ഞാൽ പൂരപ്പറമ്പിൽ പോലും ഇത്ര തിരക്കുണ്ടാവില്ല എന്ന് തോന്നും. കാരണം അവിടെ ഒരു പരിധിയൊക്കെ ഉണ്ട്, ആനയും തറയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് നമുക്കിങ്ങനെ സഫോക്കേറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. സംഭവം നല്ല ഡ്രസ്സുകളും കാര്യങ്ങളാണ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളും കൂടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ലഹങ്ക സെറ്റ്, അതുപോലെ സാരീസ്, നല്ല വില കൂടിയ സാധനങ്ങളും ഉണ്ട്, അതേസമയം വില കുറഞ്ഞതും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കണ്ടു. ചുമ്മാ അങ്ങനെ കുറച്ച് നേരം പോയി, ഫുള്ളൊന്നും പോയില്ല, കാരണം അത്രയും തിരക്കാണ്. നമുക്ക് മിത്തുവിനൊന്നും കൊണ്ടുവന്നില്ല, കുട്ടികളെ തന്നെ നമുക്ക് പോകാനേ പറ്റില്ല കേട്ടോ, അത്ര തിരക്കാണ്. ഇത് ഇവിടെയുള്ള ആളുകൾക്കുള്ള മാർക്കറ്റാണ്, ഗാവിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഞാനാ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതായത് 6 നമ്പർ ആഗ്ര പേടുള്ള സ്പോളല്ല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തൊരു ബളം. ഞാൻ മൈക്ക് കൊടുത്തില്ല, മൈക്കൊക്കെ എടുത്തിരുന്ന് നോക്കിയാൽ നിലത്ത് വീടായിരുന്നു തിരക്ക്. കാരണം വേറൊരു സെക്ഷനിൽ ഫുൾ ഇങ്ങനെ മറ്റേ നമ്മുടെ ജൈൻ വീല് പോലെയുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുള്ള്. അപ്പോൾ ഞാൻ അവിടേക്കൊന്നും പോയില്ല. ഞാൻ ജസ്റ്റ് മിത്തുക്കുട്ടിക്കുള്ള 1-2 മാലയും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ കുപ്പിവളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തിരക്ക് കൂടുതലായിട്ട് എനിക്ക് വയ്യാതായപ്പോൾ ഞാനതൊന്നും നോക്കില്ല, ഞാൻ വേഗം ഓടി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പുളിയാണ് കേട്ടോ ഇത്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. ബൈ.